കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകാം. നമുക്കുള്ളൊരു പ്രശ്നമാണ്, ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്താ എൻ്റെ വേദന മനസ്സിലാക്കാതെ, എൻ്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാതെ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു, കൊന്ത് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അവരവൻ്റെ മതത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും എനിക്ക് പരീക്ഷണങ്ങൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ചില സമയത്ത് പഴിക്കും, ചില സമയത്ത് ദൈവത്തെ നമ്മൾ ഓർക്കുപോലുമില്ല. ചില സാഹചര്യങ്ങൾ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. പക്ഷേ അത് മറികടക്കാനായിട്ടുള്ള ആ ഒരു പോയിൻ്റ് വളരെ വലുതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് കേട്ടോ. ഞാനധികം പ്രാർത്ഥിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് പറയും. പക്ഷേ എനിക്ക് അവരോട് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മമാതാവും ഈശോയും, അതുപോലെ തന്നെ യോസേപ്പിതാവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അവരെ എപ്പോഴും അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള പ്രാർത്ഥനയല്ല, എപ്പോഴും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അവരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ കുറച്ചും കൂടി ആത്മീയതയിലോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം അവരില്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ഘട്ടത്തിലോട്ട് നമ്മളെത്തും. കാരണം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. മറ്റുള്ളവരെ നമ്മൾ സമീപിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് തരാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ആശ്വാസം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ദൈവത്തോട് അടക്കുന്ന ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഏറ്റവും അതിനുപരി നമുക്ക് ദൈവത്തോട് നമ്മൾ അടുക്കുന്നു എന്നറിയുമ്പോൾ നമ്മളെ പലതരത്തിൽ പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ പിന്തുടരും. അങ്ങനെ ഒരുപാട് പൈശാചിക പീഡനങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് ഇരയായതാണ്. കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യത്തിനും മുടക്കായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, പൊതുവേ എല്ലാവരും വിചാരിക്കും, ഞാൻ ഇതിന് ഇത്രയും നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് പോലും എനിക്കിങ്ങനെ വന്നല്ലോ, ദൈവമേ നീ ഇത് കാണുന്നില്ലേ, അങ്ങനെയുള്ള ചിന്താഗതികൾ വരും. പിന്നെ ആ ചിന്താഗതികൾ വരും. അപ്പം നമുക്ക് ദൈവത്തോട് വെറുതെ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെ ആണെന്ന് നമുക്ക് സ്വയമേവേ തോന്നും. അപ്പം അങ്ങനെ ആ ഒരു ഘട്ടം മറികടക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിനും മാതാവിനും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുക. അതിനുശേഷം നമ്മൾ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക. ഏറ്റവും വലുതായ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നമുക്കുള്ള വിശ്വാസമാണ്. അവിടുന്ന് അത് നേടിത്തരും. അവിടുന്ന് നമുക്കതിൽ നിന്നൊരു രക്ഷയുണ്ടാവും എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത്. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. ഞാൻ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാലും എനിക്കത് സാധിച്ചു തരും. പിന്നെ ചില കാര്യങ്ങൾ സാധിക്കുന്നത് ഇരട്ടി നല്ലതായിട്ട് നമ്മുടെ കയ്യിലോട്ട് കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ വിശ്വസിക്കുക. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അല്ലേ? അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കൂടെയായിരിക്കുന്നത്. അപ്പം നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന എന്ത് തന്നെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പല സമയത്തും പല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ചില സാഹചര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും പറയാനില്ല, പ്രാർത്ഥിക്കാനില്ല, ആകെപ്പാടെ മൊത്തം സങ്കടം തോന്നുന്ന ആ ഒരു സന്ദർഭം മറികടക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട. നിങ്ങൾ വിളിക്കുന്ന തമ്പുരാൻ്റെ മുന്നിൽ പോയി നിന്ന് കുറച്ച് നേരം മൗനമായിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ. എന്നെ ഒന്ന് മനസ്സിലാക്കുമോ എന്നൊന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ച് നോക്കിക്കേ. ആ നിമിഷം തന്നെ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ദൈവത്തോട് അടുക്കാൻ വേണ്ടി അടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പൈശാചികമായ ഒരു പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ദൈവം ഒരു കാര്യം സാധിച്ചു തന്നു, അപ്പം പിന്നെ നമ്മൾ ആ ദൈവത്തെ അങ്ങ് മറന്നിട്ട് പിന്നെ ലോകത്തിൻ്റെതായ ചിന്തകളിലൊക്കെ മുഴങ്ങി നമ്മൾ പോകും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മളെ ഇത്രമാത്രം എന്താണ് കരുതലോടെ നമ്മൾ നോക്കിയിട്ടും നമ്മൾ ദൈവത്തെ മറന്ന് പല കാര്യങ്ങളിലോട്ട് പോകും. അപ്പോൾ ദൈവം
നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യത്തിലും നേട്ടങ്ങളും കൈവരിച്ചതിന് ശേഷം ദൈവത്തെ മറന്നു പോകാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ആലോചിച്ച്, അതായത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് അത്ഭുതങ്ങളും അതുപോലെ തന്നെ അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എൻ്റെ അനുഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ എന്താ പറയണേ, മറ്റുള്ളവർക്ക് നമ്മുടേതായ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തിലോട്ട് അടുപ്പിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റുള്ളവരിലോട്ട് നല്ലത് പകർന്നു കൊടുക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രേക്ഷിത വില പോലെ തന്നെയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ബൈ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.